എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തെന്നെ ഒന്ന് അറിയിക്കുക. നമുക്ക് അത്ര പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ബസ് കയറാൻ നിൽക്കുമ്പം നമ്മൾ ചോദിക്കത്തില്ലേ, ഇതാണോ ബസ് സ്റ്റോപ്പ്? അതെങ്ങനെ ചോദിക്കും? ഈസ് ദിസ് ദ ബസ് സ്റ്റോപ്പ്? ഈസ് ദിസ് ദ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണോ ബസ് സ്റ്റോപ്പ് എന്നാണ് മീനിങ്. അന്നേരം നമ്മൾ ചോദിക്കത്തില്ലേ, നിങ്ങളിവിടെ ആദ്യമായിട്ടാണോ? അതെങ്ങനെ ചോദിക്കും? ആർ യു ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം? ആർ യു ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ആദ്യമായിട്ടാണോ എന്നാണ് മീനിങ്. ഫോർ ദ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട്. അപ്പം നിങ്ങളിവിടെ ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കാനാണ് ആർ യു ഹിയർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇനി കുറേ നേരം നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാണുന്നില്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ, ഞാൻ അരമണിക്കൂറായിട്ട് ഇവിടെ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെങ്ങനെ പറയും? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ഹാഫ് ആൻ അവർ. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ ഹാഫ് ആൻ അവർ. ഫോർ ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ അരമണിക്കൂറായിട്ട് എന്നാണ്. അന്നേരം നമ്മൾ ചോദിക്കത്തില്ലേ, അടുത്ത ബസ് എപ്പം വരുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെങ്ങനെ ചോദിക്കും? ഡു യു നോ വെൻ ദ നെക്സ്റ്റ് ബസ് വിൽ അറൈവ്? ഡു യു നോ വെൻ ദ നെക്സ്റ്റ് ബസ് വിൽ അറൈവ്? ഡു യു നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ. വെൻ ദ നെക്സ്റ്റ് ബസ് വിൽ അറൈവ് എന്ന് പറഞ്ഞാൽ അടുത്ത ബസ് എപ്പോൾ എത്തുമെന്ന്. സോ ഡു യു നോ വെൻ ദ നെക്സ്റ്റ് ബസ് വിൽ അറൈവ് എന്ന് പറഞ്ഞാൽ അടുത്ത ബസ് എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് മീനിങ്. ഇനി ഓരോ 15 മിനിറ്റിലും ബസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ലേ, അത് ഓരോ 15 മിനിറ്റിലും വരും എന്ന് പറയത്തില്ലേ? ഇറ്റ് അറൈവ്സ് എവ്രി 15 മിനിറ്റ്സ്. ഇറ്റ് അറൈവ്സ് എവ്രി 15 മിനിറ്റ്സ്. അതായത് ഓരോ 15 മിനിറ്റിലും ബസ് വരുന്നു എന്നാണ് മീനിങ്. ഇറ്റ് അറൈവ്സ് എവ്രി 15 മിനിറ്റ്സ്. ഇനി നമുക്ക് വഴി അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കത്തില്ലേ, ബസ്സിൽ അവിടെ എങ്ങനെ എത്താനാകും എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ്? ഡു യു നോ ഹൗ ടു ഗെറ്റ് ദെയർ ബൈ ബസ്? ഡു യു നോ ഹൗ ടു ഗെറ്റ് ദെയർ ബൈ ബസ്? ഡു യു നോ ഹൗ ടു ഗെറ്റ് ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെ എത്താനാകും എന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ്. ബൈ ബസ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ. ബസ്സിൽ അവിടെ എങ്ങനെ എത്താനാകും എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കാനാണ് ഡു യു നോ ഹൗ ടു ഗെറ്റ് ദെയർ ബൈ ബസ്. ഇനി ബസ്സിൽ നമ്മുടെ അടുത്തിരിക്കുന്നവരോടൊക്കെ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കത്തില്ലേ? വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്. ഇനി നിങ്ങൾ എവിടോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കണമെങ്കിലോ? വേർ ആർ യു ഗോയിങ്? വേർ ആർ യു ഗോയിങ് എന്ന് പറഞ്ഞാൽ നീ എങ്ങോട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഗോയിങ്ങിന് പകരം ഹെഡിങ് ടു എന്ന് പറയാം. വേർ ആർ യു ഹെഡിങ് ടു? വേർ ആർ യു ഹെഡിങ് ടു എന്ന് പറഞ്ഞാലും നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തന്നെയാണ് മീനിങ്. ഇനി വണ്ടിക്കൂലി എത്രയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൗ മച്ച് ഇസ് ദ ബസ് ഫെയർ? ഹൗ മച്ച് ഇസ് ദ ബസ് ഫെയർ എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലി അല്ലെങ്കിൽ ബസ് ചാർജ് എത്രയാണ് എന്നാണ് മീനിങ്. ബസ് ഫെയർ എന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലി. ഇനി നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നതെങ്കിൽ അങ്ങോട്ടുള്ള ബസ് ചാർജ് എത്രയാണ് എന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ അടുത്തുള്ളവരോട് ചോദിക്കത്തില്ലേ, എൻ്റെ കയ്യിൽ 50 രൂപ ചേഞ്ച് ആയിട്ടുണ്ട്, അത് വണ്ടിക്കൂലിക്ക് മതിയായിരിക്കുമോ എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? 50 രൂപ ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് 50 റുപ്പീസ് ഇൻ ചേഞ്ച് എന്ന് പറയാം. ഐ ഹാവ് 50 റുപ്പീസ് ഇൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 50 രൂപ ചില്ലറയായിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇനി അത് മതിയായിരിക്കുമോ വണ്ടിക്കൂലിക്ക് എന്നെങ്ങനെ ചോദിക്കും? വിൽ ദാറ്റ് ബി ഇനഫ് ഫോർ ദ ബസ് ഫെയർ എന്ന് പറഞ്ഞാൽ അത് മതിയായിരിക്കുമോ വണ്ടിക്കൂലിക്ക് എന്നാണ് മീനിങ്. ഇനി നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് ചില്ലറ ഉണ്ട്. അതെങ്ങനെ പറയും? ഐ ഹാവ് ഗോട്ട് ഇനഫ് ചേഞ്ച് വിത്ത് മീ. ഐ ഹാവ് ഗോട്ട് ഇനഫ് ചേഞ്ച് വിത്ത് മീ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് ചേഞ്ച് അല്ലെങ്കിൽ ചില്ലറ ഉണ്ട് എന്നാണ് മീനിങ്. ഇനി ചില ബസ്സിൽ കയറിയിട്ട് ഈ ബസ് കോട്ടയത്തിന് പോകുമോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? ഡസ് ദിസ് ബസ് ഗോ ടു കോട്ടയം? ഡസ് ദിസ് ബസ് ഗോ ടു കോട്ടയം എന്ന് പറഞ്ഞാൽ ഈ ബസ് കോട്ടയത്തിന് പോകുമോ എന്നാണ് അർത്ഥം. ഡസ് ദിസ് ബസ് ഗോ ടു കോട്ടയം. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കാറില്ലേ, ബസ് അവിടെ എത്താൻ എത്ര സമയമെടുക്കും? അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ ബസ് ടു ഗെറ്റ് ദർ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ ബസ് ടു ഗെറ്റ് ദർ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് എന്ന് പറഞ്ഞാൽ
എത്ര സമയം എടുക്കുമെന്നാണ്. അപ്പം ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ ബസ് ടു ഗെറ്റ് ദർ എന്ന് പറഞ്ഞാൽ ബസ് അവിടെ എത്താൻ എത്ര സമയം എടുക്കും എന്നാണ്. ഗെറ്റ് ദർ എന്ന് പറഞ്ഞാൽ അവിടെ എത്തുക എന്നാണ് മീനിങ്. ഇനി നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തോട്ട് പോകുമ്പം, ഉദാഹരണത്തിന് അയ്മനത്ത് പോകാമെന്ന് വെച്ചു. അപ്പം ആ സ്ഥലം നമ്മൾ നേരത്തെ പോയിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടക്ടറിനോടോ ഡ്രൈവറിനോടോ ഇങ്ങനെ പറയത്തില്ലേ, ഞാൻ ഇതിനു മുമ്പ് അയ്മനത്ത് പോയിട്ടില്ല, അവിടെ എത്തുമ്പം എന്നോടൊന്ന് പറയുമോ എന്ന് ചോദിക്കാറില്ലേ? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? ഐ ഹാവ് നെവർ ബീൻ ടു ഐമനം ബിഫോർ. ഐ ഹാവ് നെവർ ബീൻ ടു ഐമനം ബിഫോർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഐമനത്ത് പോയിട്ടില്ല എന്നാണ് അർത്ഥം. ക്യാൻ യു ടെൽ മീ വെൻ വി ഗെറ്റ് ദർ, അതായത് അവിടെ നമ്മൾ എത്തുമ്പം എന്നോടൊന്ന് പറയുമോ എന്നാണ് മീനിങ്. ക്യാൻ യു ടെൽ മീ വെൻ വി ഗെറ്റ് ദർ. സോ ഐ ഹാവ് നെവർ ബീൻ ടു ഐമനം ബിഫോർ. ക്യാൻ യു ടെൽ മീ വെൻ വി ഗെറ്റ് ദർ. ഞാൻ ഇതിനു മുമ്പ് ഐമനത്ത് പോയിട്ടില്ല, നമ്മൾ അവിടെ എത്തുമ്പോൾ എന്നോടൊന്ന് പറയുമോ എന്നാണ് മീനിങ്. ഇനി സ്റ്റോപ്പ് എത്താറാവുമ്പോഴത്തേക്ക് അവർ പറയത്തില്ലേ, നീ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. അതെങ്ങനെ പറയും? യു നീഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. യു നീഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഇനി നമ്മൾ ചില സ്ഥലത്തോട്ടൊക്കെ പോകുമ്പം എത്ര ദൂരമുണ്ട്, അങ്ങോട്ട് എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കത്തില്ലേ? അപ്പം അതിന് ഹൗ ഫാർ ഈസ് ഇറ്റ് എന്ന് ചോദിക്കാം. ഹൗ ഫാർ ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരമുണ്ട്. ഇനി ഇവിടെ നിന്ന് 4 സ്റ്റോപ്പ് എന്ന് പറയണമെങ്കിലോ 4 സ്റ്റോപ്സ് ഫ്രം ഹിയർ. 4 സ്റ്റോപ്സ് ഫ്രം ഹിയർ, അതായത് ഇവിടെ നിന്ന്. ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 4 സ്റ്റോപ്പ് എന്ന് പറയാനാണ് 4 സ്റ്റോപ്സ് ഫ്രം ഹിയർ. ഇനി ബസ്സിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനിയും എത്രയുണ്ട് എന്ന് ചോദിക്കത്തില്ലേ? ഇപ്പം ആ സ്റ്റോപ്പിലോട്ട് ഇനിയും എത്രയുണ്ട്, അതെങ്ങനെ പറയും? ഹൗ മച്ച് ഫർദർ ഇസ് ദാറ്റ് സ്റ്റോപ്പ്. ഹൗ മച്ച് ഫർദർ ഇസ് ദാറ്റ് സ്റ്റോപ്പ്. ഫർദർ എന്ന് പറഞ്ഞാൽ ഇനിയും. അപ്പം ഇനിയും ആ സ്റ്റോപ്പിലോട്ട് എത്രയുണ്ട് എന്ന് ചോദിക്കാനാണ് ഹൗ മച്ച് ഫർദർ ഈസ് ദാറ്റ് സ്റ്റോപ്പ്. ഇനി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സൊക്കെ ആണെങ്കിൽ ഇന്ന സ്ഥലത്ത് ഈ ബസ് നിർത്തുമോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? ഇപ്പം പുതുപ്പള്ളിയിൽ ഈ ബസ് നിർത്തുമോ എന്നെങ്ങനെ ചോദിക്കും? ഡസ് ദിസ് ബസ് സ്റ്റോപ്പ് അറ്റ് പുതുപ്പള്ളി. ഡസ് ദിസ് ബസ് സ്റ്റോപ്പ് അറ്റ് പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയിൽ ഈ ബസ് നിർത്തുമോ എന്നാണ് മീനിങ്. ഇനി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് പുതുപ്പള്ളിയിലാണ് ഇറങ്ങേണ്ടത്, പക്ഷേ ബസ് ഓൾറെഡി പുതുപ്പള്ളി കഴിഞ്ഞു പോയി. അപ്പം നിങ്ങൾ അതെങ്ങനെ പറയും? ദ ബസ് ഹാസ് ഓൾറെഡി പാസ്ഡ് പുതുപ്പള്ളി. ദ ബസ് ഹാസ് ഓൾറെഡി പാസ്ഡ് പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ ബസ് പുതുപ്പള്ളി കഴിഞ്ഞു പോയി എന്നാണ് മീനിങ്. പിന്നെ നിങ്ങൾ എന്തായിരിക്കും പറയുന്നത്? നീ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് 10 മിനിറ്റ് പുറകോട്ട് നടന്നാൽ മതി. അതെങ്ങനെ പറയും? You could get off at the next stop and walk back about 10 minutes. You could get off at the next stop and walk back about 10 minutes. എന്ന് പറഞ്ഞാൽ you could get off at the next stop എന്ന് പറഞ്ഞാൽ നിനക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാമെന്നാണ്. ആൻഡ് walk back about 10 minutes എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് പുറകോട്ട് നടക്കൂ. അപ്പം നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഏകദേശം 10 മിനിറ്റ് പുറകോട്ട് നടക്കൂ എന്ന് പറയാനാണ് you could get off at the next stop and walk back about 10 minutes. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, ഇപ്പം ഏതെങ്കിലും ഒരു ബസ് ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിക്കണം. അപ്പം KSRTC ബസ് ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഹാസ് ദ KSRTC ബസ് കം യെറ്റ്. ഹാസ് ദ KSRTC ബസ് കം യെറ്റ് എന്ന് പറഞ്ഞാൽ KSRTC ബസ് ഇതുവരെ വന്നില്ലേ എന്നാണ് മീനിങ്. ഇവിടെ എപ്പോഴും ഓർക്കുക, ഹാസ് ആയതുകൊണ്ട് ഈ യൂസ് ചെയ്യുന്ന വേർബില്ലേ അതിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം കം, കെയിം, കമ്മാണ്. ആ മൂന്നാമത്തെ കമ്മാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഹാസ് ദ KSRTC ബസ് കം യെറ്റ്. ഇനി അത് ഇന്ന് വൈകിയെന്ന് തോന്നുന്നു, അതെങ്ങനെ പറയും? ഐ തിങ്ക് ഇറ്റ്സ് ലേറ്റ് ടുഡേ. ഐ തിങ്ക് ഇറ്റ്സ് ലേറ്റ് ടുഡേ എന്ന് പറഞ്ഞാൽ അതിന്ന് വൈകിയെന്ന് തോന്നുന്നു. ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ, ബസ് ഇപ്പോൾ പോയതേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പം പുറപ്പെട്ടതേ ഉള്ളൂ. ദ ബസ് ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. ദ ബസ് ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്, അതായത് ഇപ്പോൾ പോയതേ ഉള്ളൂ എന്നാണ് മീനിങ്. ദ ബസ് ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കത്തില്ലേ, നമ്മൾ എവിടെയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടത്, അതായത് ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് എന്ന് ചോദിക്കത്തില്ലേ? വേർ ഡു വി ഗെറ്റ് ഓഫ് ദ ബസ്. വേർ ഡു വി ഗെറ്റ് ഓഫ് ദ ബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റോപ്പിലാണ് ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടത് എന്നാണ് മീനിങ്. വേർ ഡു വി ഗെറ്റ് ഓഫ് ദ ബസ്. ഇനി ബസ് ലേറ്റ് ആകുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ഒരു 15 മിനിറ്റ് മുമ്പ് ഇവിടെ അത് എത്തേണ്ടതായിരുന്നു എന്ന് പറയത്തില്ലേ? അതെങ്ങനെ പറയും? ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഹിയർ 15 minutes ago. It should have been here 15 minutes
എഗോ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് മുമ്പ് ഇവിടെ എത്തേണ്ടതായിരുന്നു അല്ലെങ്കിൽ വരേണ്ടതായിരുന്നു എന്നാണ് മീനിങ്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഹിയർ 15 മിനിറ്റ്സ് എഗോ. ഇനി നമ്മുടെ ബസ് വരുന്നുണ്ട് എന്നെങ്ങനെ പറയും? അവർ ബസ് ഇസ് കമ്മിങ്. അവർ ബസ് ഇസ് കമ്മിങ്. കം എന്ന് പറഞ്ഞാൽ വരിക. അപ്പം നമ്മുടെ ബസ് വരുന്നുണ്ട് എന്ന് പറയാനാണ് അവർ ബസ് ഇസ് കമ്മിങ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.